ഇവിടെ ഓക്കെ ബ്ലർ ചെയ്ത് ഓക്കെ, ഇവിടെയും കൂടെ അതായത് എന്ത് നുണ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് അഭിജിത്തിനെ ഈ പ്രോഡക്റ്റ് ആരെങ്കിലും സെയിൽ ചെയ്തത്? അല്ല, ഇവരുടെ കോർ ബിസിനസ് ലെഫ്റ്റും റൈറ്റും ആളെ ചേർക്കുന്ന ബിസിനസ് അല്ല. നിനക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിച്ച് സംസാരിക്കാൻ മോശമാണ് കേട്ടോ. ഇത് ഉടായ്പ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അഭിജിത്ത് നീ ഒരു കാര്യം ചെയ്യണം, നീ ഇതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യണം. വീഡിയോയിൽ പുലിയായിട്ടുള്ള അഭിജിത്ത് കമന്റ് ബോക്സിൽ പൂച്ചയാണ്. ഉടായ്പോളെയും അഭിജിത്ത് പുറത്ത് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഇച്ചിരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചിരിയാണ്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് അഭിജിത്ത് കൂട്ടിയാൽ മതി. ഹലോ ഫ്രണ്ട്സ്, റമീസാണ്. ഏകദേശം 3 വർഷം ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി സഹിക്കാൻ വയ്യാതായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് തന്നെ ഞാൻ വന്നത്. സമയം 10:09 ഈ 11:09 കേട്ടോ. 11:09 ഞാൻ കിടന്ന ആളാണ്. ഞാൻ രാത്രി അത് ഉറങ്ങാൻ വേണ്ടി കിടന്ന സമയത്ത് ഞാൻ ജസ്റ്റ് റീൽസ് സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ആരെയും പറ്റിയിട്ടല്ല. അഭിജിത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അതായത് ഒരുപാട് സ്കാമുകൾ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് അഭിജിത്ത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പം ചിലതിനോട് കണ്ണടയ്ക്കും എന്ന് ഉള്ള രീതിയിലൊരു വല്ലാത്തൊരു വാശി കാണിച്ചു കഴിഞ്ഞാൽ അത് മോശമില്ല സത്യം പറഞ്ഞാൽ. ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് അഭിജിത്ത് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ഇൻഡസ്വിവോ എന്ന് പറയുന്ന ഫ്രോഡ് കമ്പനിയാണ് എന്ന് പറഞ്ഞ അഭിജിത്ത് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അപ്പോൾ ആ കമ്പനിക്ക് അതായത് ആ കമ്പനിക്ക് അനുകൂലമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, അഭിജിത്ത് പറഞ്ഞ ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് എൻ്റെ ഉമ്മക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. എന്ന് വെച്ചാൽ 2018 വരെ എൻ്റെ ഉമ്മ ഒരുപാട് രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്. ഏകദേശം 7,000 രൂപയ്ക്ക് മാസം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഈ ഇൻഡസ്വിവോയുടെ പ്രോഡക്റ്റ് ഫസ്റ്റായിട്ട് കൊണ്ടുവരുന്ന എൻ്റെ മാമ, അതായത് അവരുടെ സഹോദരനായിട്ടുള്ള ഉമ്മയുടെ സഹോദരനായിട്ടുള്ള എൻ്റെ മാമയാണ് കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് ഐകോഫിയാണ് കൊണ്ടുവയ്ക്കുന്നത്. എൻ്റെ ഉമ്മയുടെ കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം തുടക്കത്തിൽ ഒരു ചെറിയൊരു തൈറോയിഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ ജനിച്ച സമയത്ത് തൊട്ട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ സമയം തൊട്ട് ഈ ഒരു മരുന്നിങ്ങനെ കഴിച്ച് വന്ന് 7ാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് ഉമ്മക്ക് ഈ മരുന്നുകളൊന്നും പോരാത്തൊരവസ്ഥയിലോട്ടായി. അതിനുശേഷം പിന്നീട് ചെറിയ രീതിയിൽ ECG വേരിയേഷനായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഇത്തിരി കൂടുതലായി. മാത്രമല്ല BP ആയി, ഷുഗറായി, പിന്നെ കൊളസ്ട്രോളായി, തൈറോയിഡ് വെരിക്കോസ് വെയിനായി, പൈൽസായി, അൾസറായി, ഇത്രയും പ്രശ്നങ്ങളായി. ലൈറ്റായിട്ട് ക്രിയാറ്റിൻ്റെ ഇഷ്യൂ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഉമ്മാരുടെ അടുത്ത് ഷുഗറിന് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 2016 പകുതിയോടടുപ്പിച്ച് എൻ്റെ ഉമ്മ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളുടെ വിലയെന്ന് പറഞ്ഞാൽ മാസം 7,000 രൂപയുള്ള മരുന്നാണ്. അതിൽ നിന്ന് അവർ ഈ ഒരു 1.5 വർഷം ഐകോഫിയും ഐപ്പൾസും കഴിച്ചു. 1.5 വർഷമൊന്നും എഫക്റ്റീവ്ലി പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 6-7 മാസം കഴിച്ചിട്ടുള്ളൂ. പിന്നീട് ഡോസേജ് കുറച്ച്, അതായത് ഇപ്പോൾ ഒരു ബോക്സ് ഐകോഫി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 50 സാഷേ ഉണ്ട്. അപ്പോൾ അതിന് ഒരു ദിവസം 2 സാഷേ വെച്ചാണ് കമ്പനി പറയുന്നത്. ഇവർ ഒരു സാഷേ എടുത്തിട്ട് 2 ദിവസം അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഏകദേശം ഒരു 1.5 വർഷം കഴിച്ചു. 1.5 വർഷം കൂട്ടാം. 2018 മുതൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ വീട്ടിൽ ലാഭിച്ച ഒരു തുക എന്ന് പറഞ്ഞാൽ ഈ 7,000 രൂപയുടെ മരുന്ന് ആദ്യം 2,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 2,000 രൂപയുടെ മരുന്ന് 7,000 രൂപ വരെ ഈ 2016 വരെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഈ 2025 ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മാറും. 2018 ഇതുവരെ ആയപ്പോഴത്തേക്ക് 7 വർഷമായി. 2025 ആയപ്പം 12 മാസം 84 മാസം ഉമ്മക്ക് ഇപ്പം മരുന്ന് കഴിക്കേണ്ടുന്ന പേരിൽ മരുന്ന് കഴിച്ചിട്ടില്ല അവർ. ഈ 84 മാസം അവർ ഈ 7,000 രൂപ മരുന്ന് കൂട്ടിയാൽ ഇതിനകത്ത് വരുന്ന അഡീഷണൽ മരുന്നുകളോ അല്ലെങ്കിൽ ഈ ഡോസേജ് കൂടുന്ന ഒന്നും കൂട്ടണ്ട. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5,80,000 രൂപയുടെ മരുന്ന് എൻ്റെ അമ്മ ഈ ഒരു കാലയളവിനകത്ത് കഴിക്കേണ്ടതായിരുന്നു. അത് പൂർണ്ണമായി മാറിയതിൻ്റെ കാരണം ഐകോഫിയും ഐപ്പൾസും തന്നെയാണ്.
ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അന്ന് ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് പഠിക്കാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും തുടങ്ങിയത്. എൻ്റെ അമ്മയുടെ അത് ഫോട്ടോ എല്ലാം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അവർ വല്ലാത്ത രീതിയിൽ അത് വണ്ണം വെച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇരുന്ന സ്ത്രീയാണ്. കാര്യം വേറൊന്നുമല്ല, ഇത് വണ്ണമൊന്നും അല്ലായിരുന്നു, അവരുടെ ശരീരത്തുള്ള നീര് കൊണ്ട് അവരുടെ ശരീരം ഒരുമാതിരി ഊതളിച്ച അവസ്ഥയിലൊക്കെ ഇരുന്നിട്ട് അതിൽ നിന്നൊക്കെ ഫാർ ബെറ്ററായി. എൻ്റെ അമ്മക്ക് നല്ല ആരോഗ്യവതിയായി. അതിനെപ്പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തത്. കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ആ സമയത്ത് ഇൻഡസ്ട്രിക്കെതിരായിട്ടൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കേസിന് വിധിയായ സമയത്ത് ആ വിധിയെ എടുത്തു വെച്ചിട്ടാണ് ഞാൻ, അല്ലാതെ വെറും ഞാൻ മറ്റേ പാടി പുകഴ്ത്തി എടുക്കുക ഒന്നുമല്ല ചെയ്തത്. വിധി എടുത്തു വെച്ചിട്ട് കോടതി എന്താണോ പറഞ്ഞത്, അന്ന് ഏത് കോടതിയിലായിരുന്നു കേസൊന്നുമില്ല, എനിക്ക് ഓർമ്മയില്ല. ആ വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ ഒരു കോടതി വിധിയായിട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. മാത്രമല്ല അതിനുശേഷം അമ്മക്ക് ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ഇൻഡസ്ട്രിയുടെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിൽ ഞാൻ ലാസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എൻ്റെ ID ഇനാക്റ്റീവ് ആയ സമയം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ID നമ്പർ അങ്ങ് മറച്ചു വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് റമീസ് എന്ന് എഴുതിയിട്ടുണ്ട്. കാണാമെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഇനാക്റ്റീവായത് 564ാമത്തെ ആഴ്ചയാണ് എൻ്റെ ID ഇനാക്റ്റീവ് ആകുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ കറണ്ട് വീക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇത് അന്ന് ഇനാക്റ്റീവായിട്ട് ഞാൻ പിന്നീട് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എടുത്ത് വീട്ടിൽ യൂസ് ചെയ്തിട്ടോ ഇല്ല. ഞാൻ പൂർണ്ണമായിട്ടൊരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡസ്ട്രിയും പരിപാടിയെല്ലാം ഒരറ്റത്ത് ഒഴിവാക്കി, എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഒഴിവാക്കി, എല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് സമയമില്ല. ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ സമയം കിട്ടില്ല. അത് കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് നിൽക്കുന്നവർക്ക് അറിയാം. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ പോയതാണ്. ഇത് ഞാൻ കാണിച്ചതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇനി ഇത് കിടന്ന് കരയുന്നതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണേ മറ്റേതാണേ മറിച്ചാണേ എന്നുള്ള അഭിജിത്തിൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു. അത് ആ കരച്ചിലിൻ്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് ഒരു പ്ലാൻഡ് വീഡിയോ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇത് വെച്ചാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങളങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അഭിജിത്ത് ഏകദേശം കുറച്ച് നാൾ മുമ്പായിട്ട് ഇൻഡസ്ട്രിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ കാര്യം വേറെ ഒന്നുമല്ല, ഇതിന് മുമ്പ് ഇൻഡസ്ട്രിക്കെതിരെ ഫാക്ച്വൽ അല്ലാത്ത ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രി അപ്പം തന്നെ കേസ് കൊടുത്ത് റിമൂവ് ചെയ്യിപ്പിക്കുകയാണ് പതിവ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം അതിൻ്റെ മറുപടികൾ സ്പോട്ടിൽ പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് കുറേ സംശയങ്ങളാണ്. പിന്നെ എനിക്കിതിൻ്റെ പിറകെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് കളഞ്ഞത്. ഇപ്പം ഞാനിത് സംസാരിക്കുന്നതിന് കാരണമുണ്ട്, അതിൻ്റെ കാര്യം ലാസ്റ്റ് ഞാൻ പറയാം. ഈ വീഡിയോ ഒന്ന് കേൾക്കാം ആദ്യം. എനിക്കിനി എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ, അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിനകത്ത് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇൻഡസ്ട്രിയെ പറ്റി പറയാൻ പേടിയാണല്ലേ? ഇതിനകത്ത് അഭിജിത്ത് പറയുന്ന കാര്യം പൂർണ്ണമായി കേൾക്കണം കേട്ടോ. ഇൻഡസ്ട്രിയെ പറ്റി പറയാൻ പേടിയാണല്ലേ? ഇൻഡസ്ട്രിയെ പറ്റി പറയാൻ പേടിയാണല്ലേ എന്ന് തന്നെയാണ് പറയുന്നത്. ഒന്ന് കേട്ടോണം ഇത്. എനിക്ക് 10 വർഷമായി ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ. ഇതിനകത്ത് ഈ ലേഡി പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. 3 വർഷം കഴിഞ്ഞ ദിവസം ഒരു സ്കാൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല. ഐ ആം സ്റ്റാർട്ടഡ് ടേക്കിംഗ് iPulse എന്ന് തന്നെയാണ് ആ ലേഡി പറയുന്നത്. ഇതിനകത്ത് നോക്കിയാൽ കാണാം. ഇത് iPulse എന്ന് തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, കാണാമല്ലോ. iPulse, ഞാൻ iPulse കഴിക്കാൻ തുടങ്ങി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട്, ലാസ്റ്റ് ഞാൻ പറയാം. അടുത്തൊരു വീഡിയോ കൂടെ വെക്കാനുണ്ട്, അതുകൊണ്ടാണ്. My husband was looking for me in the bed. I was not there. I was making dosa in the kitchen. കണ്ടില്ലേ, ഇൻസുലിൻ ഒഴിവാക്കി ഐ-കോഫി കുടിച്ചാൽ ഡയബറ്റീസ് കുറയും, ക്യാൻസർ ഉള്ളവർക്ക് iPulse കുടിച്ചാൽ ക്യാൻസർ മാറും തുടങ്ങി കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത മാജിക് മരുന്നുകളായിട്ടാണ് ഇൻഡസ്ട്രിയുടെ മരുന്നുകൾ ഇവർ വിൽക്കുന്നത്. ഇൻഡസ്ട്രിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കി ഈ പറഞ്ഞ മരുന്നുകളുടെ വിലയൊക്കെ കണ്ടാൽ കണ്ണ് തള്ളിപ്പോകും. കാരണം ഇവരുടെ പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്നത് ഒരു MLM സ്കീം വെച്ചിട്ടാണ്. അതും ഇതിന്റെ പിന്നാലെ നടക്കുന്നവരാവട്ടെ ഓരോ നുണകൾ പറഞ്ഞു പറ്റിച്ചു. ഇതാണ് എന്ത് നുണ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് അഭിജിത്തിനെ ഈ പ്രോഡക്റ്റ് ആരെങ്കിലും സെയിൽ ചെയ്തത്?
എന്താണ് നുണയെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, അഭിജിത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിജിത്തിനോട് എന്ത് നുണയാണ് പറഞ്ഞതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന ആരും ഒരു നുണയും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മാക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നത് എൻ്റെ മാമയാണ്, അതായത് അവരുടെ സ്വന്തം സഹോദരനാണ് കൊണ്ടുവന്നത്. അപ്പോൾ പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന സമയത്ത് പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് പുള്ളി ഈ സാധനം കൊണ്ട് ഉമ്മാക്ക് കൊടുക്കുന്നത്. അത് എൻ്റെ വീട്ടിൽ അതിനൊരു റിസൾട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ഒറ്റ മനുഷ്യൻ നുണ പറഞ്ഞു കൊണ്ട് വന്നിട്ടില്ല. എൻ്റെ മാമയാണ് കൊണ്ടുവരുന്നത്. മാമായോട് ഈ സാധനം കൊണ്ടുപോയ ആളും നുണ പറഞ്ഞിട്ടല്ല പോകുന്നത്. മാമ ഈ പുള്ളിക്കാരൻ്റെ റിസൾട്ട് കണ്ടിട്ടാണ് അത് പോയി അങ്ങോട്ട് ചോദിച്ച് സാധനം വാങ്ങി കൊണ്ടുവരുന്നത്. ബാക്കി നിങ്ങൾക്ക് ആദ്യം എടുത്തു തരുന്ന സൂം മീറ്റിംഗ്, ഈ പ്ലാറ്റ്ഫോമിലൂടെ, ഈ ഒരു സൂം എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ കണക്ട് ആയിട്ട് ലോകമൊട്ടുക്കുമുള്ള ആളുകൾക്ക് ഒരു അവസരത്തെ കുറിച്ച് കേൾക്കാൻ ദൈവം നമുക്കൊരു സഹായം തന്നിട്ടുണ്ട്. സ്ഥിരം MLA കമ്പനികൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. കുറച്ച് മോട്ടിവേഷൻ, അതിന്റെ ഇടയ്ക്ക് കുറച്ച് ബിൽഗേറ്റ്സ് പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ ഇവരുടെ കമ്പനിയെ പൊക്കി പറയുന്ന കാര്യങ്ങൾ തുടങ്ങി അങ്ങനെ പലതും. ഇവരുടെ ബിസിനസ് പ്ലാൻ കാണാൻ നല്ല രസമാണ്. കാരണം ഈ MLA സ്കീമുകളിൽ പിരമിഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് വരച്ച് കാണിച്ചിട്ടുള്ളത് ഒരു മരമായിട്ടാണ്. ഒരു മരം വളർന്നു വലുതായി ആൾക്കാരെ ചേർക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആദ്യം അവർ നമ്മുടെ അടുത്ത് ഒരു ഫ്രാഞ്ചൈസ് എടുക്കാൻ പറയും. അതിന് നമ്മൾ 30,000 രൂപയ്ക്ക് അടുത്ത് ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങണം. വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കുകയോ നമുക്ക് തന്നെ ഉപയോഗിക്കുകയോ ചെയ്യാമെന്ന് പറയും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആൾക്കാർക്ക് ഓരോരോ ഫ്രാഞ്ചൈസികൾ വിൽക്കുകയാണ്. അതായത് ഇവരുടെ കോർ ബിസിനസ് എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും ആളെ ചേർത്തുകൊണ്ടിരിക്കുക അല്ല. ഇവരുടെ കോർ ബിസിനസ് ലെഫ്റ്റും റൈറ്റും ആളെ ചേർക്കുന്ന ബിസിനസ് അല്ല. കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ടീമിൽ ഞാൻ അങ്ങനെ ആളെ ചേർത്തിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. അപ്പം ഞാൻ അന്ന് ഞാൻ ഇനാക്റ്റീവ് ആകുന്ന സമയത്ത് എൻ്റെ ഐഡിയയിൽ വൺ സൈഡ് ടീം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലീഡേഴ്സ് എന്തായാലും ഒരു സൈഡ് ടീം അവർ ചെയ്യും. ഒരു സൈഡ് ചെയ്ത സമയത്ത് എനിക്ക് 4,575 PV ഒരു സൈഡിലുണ്ടായിരുന്നു. പ്രോഡക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ബിസിനസ് വോളിയം കെയർ ചെയ്ത് 4,575 PV എൻ്റെ ഒരു സൈഡിലുണ്ടായിരുന്നു. ഇതേ PV എൻ്റെ അതർ സൈഡിൽ ഞാനിപ്പോൾ ഒരു ടീം ഉണ്ടാക്കി എടുത്തു എന്നുണ്ടെങ്കിൽ 45,750 വരെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരേണ്ടതാണ്. ഐ റിപ്പീറ്റ്, ഈ സാധനം ഇത്രയും പ്രോഡക്റ്റ് വാല്യൂ എൻ്റെ ഒരു സൈഡിൽ കിടപ്പുണ്ട്. ഞാൻ ഒരു ടീം ഉണ്ടാക്കിയിട്ടില്ല. നെക്സ്റ്റ് അതും കൂടെ പറഞ്ഞു പോവാം. എൻ്റെ ഉമ്മാക്ക് റിസൾട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ. ആ റിസൾട്ട് വന്ന സമയത്ത് പലരും ഉമ്മാടത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താണ് സംഭവം, ഇതെങ്ങനെയാണ് ഇത് റിസൾട്ട് കിട്ടിയെന്നൊക്കെ ചോദിച്ച സമയത്ത് ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഞാൻ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് പലരും ഈ പ്രോഡക്റ്റ് എനിക്ക് എടുത്തു തരുമെന്ന് ചോദിച്ചിട്ട് പലർക്കും എടുത്ത് കൊടുത്ത വകയിൽ എങ്ങനെ ഓരോരുത്തർക്കും പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്ത വകയിൽ ഞാൻ ഉണ്ടാക്കിയ എമൗണ്ടാണ് 89,200. അത് 1-2 ദിവസം കൊണ്ടൊന്നും അല്ല കേട്ടോ. ഞാനിത് ഗ്രാജുവലി എന്ന് വെച്ചാൽ അങ്ങനെ വലിയ കസ്റ്റമേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ചെറിയ രീതിയിൽ ഇങ്ങനെ പ്രോഡക്റ്റിൻ്റെ എൻക്വയറി വരുന്നതനുസരിച്ച് എടുത്ത് കൊടുത്തതിലാണ് 89,200 രൂപ. അപ്പം ഈ പറഞ്ഞ കാര്യം തെറ്റാണ്. അതായത് ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഈ 89,200 ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആളെ ചേർത്തിട്ടല്ല. ബാക്കിയാകാം. അതിന് ഫ്രാഞ്ചൈസി കൊടുക്കുക എന്ന ഫാൻസി നെയിം യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇതുപോലത്തെ എക്സ്പോസിവ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഫോളോ. ഇവരൊക്കെ പറയുന്നതാവട്ടെ ഷുഗർ ഉള്ളവരോട് ഇൻസുലിൻ നിർത്താനും PCOD ഉള്ളവരോട് മരുന്ന് നിർത്താനും ക്യാൻസർ രോഗികളോട് ക്യാൻസറിന്റെ ചികിത്സ ഒഴിവാക്കി ഇവരെ സപ്ലിമെന്റ് കഴിക്കാനുമാണ് ഇനി ഇവരെ ഈ പറഞ്ഞ തെണ്ടി തുടങ്ങണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ഒരു പ്രോഡക്റ്റ് കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷുഗറിൻ്റെ മരുന്ന് നിർത്താനോ അല്ലെങ്കിൽ ഈ ക്യാൻസറിൻ്റെ മരുന്ന് നിർത്താനോ ഒരു മനുഷ്യൻ പോലും പറയില്ല. പറയുന്നവരെ ഫസ്റ്റ് പിടിച്ച് ജയിലിലാക്കണം. കാരണം എന്ന് വെച്ചാൽ കമ്പനി പോലും പറയുന്നില്ല. കമ്പനി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഈ സൂം മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. മാത്രമല്ല ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ടുള്ള ആളാണ്. കമ്പനി പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്ത് മരുന്നാണോ കഴിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിച്ച് പോകണമെന്ന് പറഞ്ഞാൽ ഐക്കോഫിക്ക് എന്നോട് പറഞ്ഞത് 8 മാസം മിനിമം കഴിച്ചാലേ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചെങ്കിലും കാണാൻ പറ്റൂ എന്നാണ്. അന്ന് ഞാൻ ഈ ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് പറഞ്ഞത്. എന്നിട്ട് ജെന്യൂനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരു കാരണവശാലും ഒരു പ്രോഡക്റ്റ് കഴിച്ചാൽ ഇപ്പം അങ്ങ് ഷുഗർ മാറുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഷുഗറിൻ്റെ മരുന്ന് ഒഴിവാക്കണമെന്ന് ഒരിക്കലും പറയരുത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയാക്കാം. അപ്പം ഈ പറഞ്ഞ തെണ്ടിത്തരമാണ്, പറഞ്ഞ പച്ച തെണ്ടിത്തരമാണ്. അത് പറയാതിരിക്കാൻ വയ്യ, സോറി.
പ്ലീസ് ഫോളോ. ഇനി ഇവരൊക്കെ പറയുന്നത് ശരിയാണ് എന്ന് തന്നെ വെക്കട്ടെ, ഇതുപോലത്തെ ഒരു മരുന്ന് കഴിച്ചാലെല്ലാം മാറുമെന്ന് തന്നെ വെക്കട്ടെ, ഇതുപോലെ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് ഒരു വൈദ്യനോ ആയുർവേദിക് ഡോക്ടറോ അല്ലേ? അല്ലാതെ ഇതുപോലെ പൈസയ്ക്ക് വേണ്ടി എന്ത് പറയുന്നവരുടെ വാക്ക് കേട്ടാണോ ഇതൊക്കെ കഴിക്കേണ്ടത്? അല്ലെ ഈ ഐപ്പൾസ് കഴിച്ചിട്ട് ക്യാൻസർ മാറുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തിനാ RCC ഒക്കെ തുറന്നു വെച്ചിരിക്കുന്നത്? ഈ ഐപ്പൾസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ പറയാം. ഈ ഐപ്പൾസ് എന്ന് പറയുന്ന സാധനം ഒരു ഫ്രൂട്ട് ബ്ലെൻഡ് ആണ്. ഫ്രൂട്ട് ബ്ലെൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ന്യൂട്രീഷ്യൻ്റെ ഒരു കോൺസെൻട്രേറ്റ് ആണ്. അതിനകത്ത് നമ്മുടെ ഈ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, അതായത് ആവശ്യമുള്ള മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, ബാക്കി ആവശ്യമില്ലാത്തത്. അതിപ്പോൾ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആപ്പിളിനകത്ത് അത് മോളിക്യൂൾസ് എടുത്തിട്ട്, അതായത് ആവശ്യമുള്ള മോളിക്യൂൾസ് എടുത്തിട്ട് അതിനകത്ത് മറ്റേ ചണ്ടി പോലെ വരുന്നതെല്ലാം കളഞ്ഞിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് ഐപ്പൾസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ 3.5 കിലോ ഓർഗാനിക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്ന അതേ ഒരു ഫലം നമുക്ക് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അതിനെ ഒരു ക്ലിനിക്കൽ ട്രയൽസ് ഒരുപാട് പേര് അവർ കാണിച്ചിട്ടുമുണ്ട് കേട്ടോ. എൻ്റെ മുമ്പ് ഞാൻ അത് ഫോട്ടോ സ്റ്റാറ്റായിട്ടൊക്കെ ഇനി മുമ്പ് കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെന്തോ ബാംഗ്ലൂരിലുള്ള ഏതോ ഒരു ഹോസ്പിറ്റൽ, എന്തോ ഒരു ഹൃദയാലയ ഹോസ്പിറ്റലിനകത്താണ് ഇതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ നോക്കട്ടെ, പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ബാക്കി പ്രിയ ഡോക്ടേഴ്സിന് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇതൊക്കെ കാണുന്നുണ്ടോ? ഒരു മലയാളി ഡോക്ടർ ശരിക്കും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തൊരു റീലിട്ടിരുന്നു. ഐകോഫിയുടെ ക്ലിനിക്കൽ ട്രയൽ ഉടായ്പാണെന്നാണ് ആൾ പറഞ്ഞത്. പക്ഷേ ആ വീഡിയോ ഇൻഡസ് വിവ കേസ് കൊടുത്ത് റിമൂവ് ചെയ്യിപ്പിച്ചു. ഇതിനകത്ത് അഭിജിത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഇൻഡസ് വിവ കേസ് കൊടുത്ത് റിമൂവ് ചെയ്യിപ്പിച്ചു. എടേ, ഇൻഡസ് കേസ് കൊടുത്ത് റിമൂവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഈ കോടതി എന്ന് പറയുന്നത് മറ്റേ ഇൻഡസ് വേറെ കളിപ്പുള്ളതല്ല. നീ അതാദ്യം മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഒരു കമ്പനി ഇങ്ങനെ ഒരു കേസ് കൊടുത്ത് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടാ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ന് വെച്ചാൽ അത് ഒരു കോടതിയിൽ ചെന്ന് ജെന്യൂൻ അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് കേസ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കേസ് കൊടുത്തെന്ന് തന്നെ വെച്ചു. ഒരു കോടതിയിൽ ഡോക്ടർക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം, ഡോക്ടർ എന്നുള്ളത് പോട്ടെ, ഒരു നോർമൽ സിറ്റിസനെതിരെ ഇങ്ങനെ ഒരു രീതിയിൽ അത് റിയാക്ട് ചെയ്യൂ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കോമഡിയാണ് കേട്ടോ. ഇങ്ങനെ നമുക്കൊരു സംഭവം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിനങ്ങ് അടച്ചാക്ഷേപിക്കരുത്. ഇത്രയും നാൾ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇതിനൊരു മറുപടിയായിട്ട് വന്നിട്ടില്ല. ഇതിന് മറുപടിയായിട്ട് വരാൻ ഒരു കാരണമുള്ള ഞാൻ പറഞ്ഞുതരാം. അസോസിയേഷൻ ഇതൊക്കെ കാണുന്നുണ്ടോ? ഒരു മലയാളി ഡോക്ടർ മെഡിക്കൽ അസോസിയേഷനൊക്കെ കാണുന്നുണ്ട്. IMA കാണുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഫ്രോഡായിരുന്നു എന്നുണ്ടെങ്കിൽ IMA എന്നെ പൂട്ടിക്കാനുള്ള ഈ സാധനം ഏകദേശം 10-11 വർഷം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം മനസ്സിലാക്കണം. ഇത് 11 വർഷമായിട്ട് ഇന്ന് വരെയെങ്കിലും ഒരു നെഗറ്റീവെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കമ്പനി പ്രവർത്തിക്കാൻ പറ്റൂല. കാര്യം ഞാൻ പറയട്ടെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സ്കീമിൽ കൂടെയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ നോർമൽ മാർക്കറ്റിംഗ് വഴി പോകുന്ന സമയത്ത് എല്ലാ കമ്മ്യൂണിറ്റികൾക്കും പരസ്യങ്ങളുണ്ട്. ഇത് പരസ്യം കൊടുക്കാതെ ഈ പരസ്യത്തിന് ഉള്ള പ്രോഡക്റ്റിൻ്റെ വാല്യൂ എല്ലാം കൂടെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും, അതായത് ഇതിനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കോർപ്പറേറ്റും ഇങ്ങനെ ഒരു കമ്പനിയെ അംഗീകരിക്കില്ല. ഒന്നാമത്തെ കാര്യം. മാത്രമല്ല IMA ഇങ്ങനെ ഒരു സംഭവം ഉടായ്പാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവന്മാർ ഇതിനെ തട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കമ്പനി എന്നെ വാഷ് ഔട്ട് ചെയ്തേനെ. ഒന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ IMA കണ്ടിട്ടില്ല എന്നൊന്നും പറയില്ല. IMA കാണുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ട, IMA കാണുന്നുണ്ട്. IMA കണ്ടിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ അടുത്തത് ശരിക്കും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തൊരു റീലിട്ടിരുന്നു. ഐകോഫിയുടെ ക്ലിനിക്കൽ ട്രയൽ ഉടായ്പാണെന്നാണ് ആൾ പറഞ്ഞത്. പക്ഷേ ആ വീഡിയോ ഇൻഡസ് വിവ കേസ് കൊടുത്ത് റിമൂവ് ചെയ്യിപ്പിച്ചു. ഇതാണ് ആ വീഡിയോ. മനുഷ്യന്മാരിൽ സ്ഥിരീകരിച്ച ഒരു പഠനങ്ങളും ലഭ്യമല്ല, മൃഗങ്ങളിലുള്ള പഠനങ്ങൾ മാത്രമായിട്ടുള്ളൂ അത് ലഭ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഒരു സേഫ്റ്റിയും സൈഡ് എഫക്ട് പ്രൊഫൈൽ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആർക്കും അറിയാവുന്ന കാര്യമേ അല്ല. ക്ലിനിക്കലി പ്രൂവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കേഷൻ അതിനകത്ത് അടിച്ചിട്ടുണ്ട്. അതൊന്നും വെറുതെ ഒന്നും അടിച്ചിട്ട് വെക്കാനൊന്നും പറ്റൂല അഭിജിത്ത്. അത് നീ ആദ്യം മനസ്സിലാക്കണം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് അഭിജിത്ത് പറഞ്ഞ പോലെ ഇതൊരു ഉടായിപ്പ് പ്രോഡക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സാധനം സർട്ടിഫൈ ചെയ്തേക്കുന്ന ആയുഷ് പ്രീമിയമാണ്. നമ്മുടെ ഇന്ത്യയുടെ ആയുഷ് മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ആയുഷ് ഉണ്ട്, ആയുഷ് മന്ത്രാലയമാണ് ഇതിന് സർട്ടിഫിക്കേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ആയുഷ് മന്ത്രാലയം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെന്നാണ് അഭിജിത്ത് പറയുന്നത്. ആയുഷ് മന്ത്രാലയം സർട്ടിഫൈ ചെയ്ത സാധനങ്ങൾ കോട്ടയ്ക്കൽ ആയുർവേദശാലയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല സാധനങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആയുഷ് മന്ത്രാലയം എന്ന് പറയുന്നത്. ആയുഷ് മന്ത്രാലയത്തിൻ്റെ സർട്ടിഫിക്കേഷൻ ഉള്ള സാധനമാണ് ഈ ഐകോഫി ഐപ്പൾസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ ഇന്നൊരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേക്ക് എസ് അഭിജിത്ത് 2 എന്ന് എഴുതിയിരിക്കുന്നു.
ഇതെന്താണ് 2 എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ട് ആരെങ്കിലും തുടങ്ങിയതാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ പ്രൊഫൈൽ കയറി നോക്കിയ സമയത്ത് ഇതിനകത്ത് കുറച്ച് വീഡിയോസേ കാണാനുള്ളൂ. മാത്രമല്ല ഇത് അഭിജിത്തിൻ്റെ തന്നെയാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. അങ്ങനെ പോയ സമയത്താണ് സത്യം പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ വീഡിയോ പോലും അല്ല ഞാൻ കണ്ടത്. ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രൊഫൈൽ കയറി നോക്കിയ സമയത്ത് അഭിജിത്ത് ഇൻഡസ്ട്രിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് കേൾപ്പിക്കാം. അപ്പൊ നിനക്ക് അഹങ്കാരം. ഇനി ആ കേസ് കൂടെ തലയിലായാൽ സമാധാനം. എന്നാ പിന്നെ ഇതുകൂടെ ചേർത്ത് കേസ് കൊടുക്കും നിങ്ങൾ. ഇത്രയും കാര്യമായിട്ട് നീ വെല്ലുവിളിക്കുകയാണേ. പറയുന്ന കാര്യം കൂടെ ഒന്ന് കേൾക്കാം. ഇതുകൂടെ ചേർത്ത് കേസ് കൊടുക്കും നിങ്ങൾ. ആളറിഞ്ഞ് കളിക്കണം. എനിക്ക് മെസ്സേജ് അയച്ചത് സന്ദീപ് ചന്ദ്രൻ എന്നാണ്. ഇതിനകത്തെ അഭിജിത്ത് നേരത്തെ പറഞ്ഞതിനകത്ത് മൊത്തം നേരത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമേ കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻഡസ് വിവ എന്ന അഭിജിത്ത് എടുത്ത് പറയുന്ന കാര്യം ഇതിൽ വന്ന സമയത്തെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം. വേണ്ട, ഇൻഡസ് ഹൈവ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇൻഡസ് വിവ എന്നല്ല, ഇൻഡസ് ഹൈവ. അതെന്താ അഭിജിത്തെ ഇത്രയും നേരം ഇൻഡസ് വിവ എന്നറിയായിരുന്നു, ഇപ്പം എന്ത് ഇൻഡസ് വിവ എന്നുള്ളത് മറന്നുപോയാ? ഇൻഡസ് ഹൈവേ ആയിപ്പോയത്. സോറി, കറണ്ട് പോയേ. അപ്പോൾ സോറി, കറണ്ട് പോയതാണേ. ഇരിയവിടെ ഇപ്പൊ കേട്ടോളണം. അതായത് പല ആൾക്കാർ ഇൻഡസ് ഹൈവ, ഇൻഡസ് വിവ എന്ന് പറയാൻ അവൻ അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ ആദ്യം അവൻ അറിയായിരുന്നു, പക്ഷെ ഇപ്പൊ അവന് പറയാൻ അറിഞ്ഞൂടാ. വീഡിയോ ചെയ്തപ്പോൾ പല ആൾക്കാർ വന്ന് വീഡിയോ കരയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ബയോയിലുള്ള ഒരു ടേം ആയിരുന്നു വെൽനസ് കൺസൾട്ടന്റ്. സന്ദീപിനോട് മാത്രമല്ല, ഈ കമ്പനിയുടെ നെറ്റ്വർക്കിലുള്ള എല്ലാ സോ കോൾഡ് വെൽനസ് കൺസൾട്ടന്റുമാരുടെയും അടുത്തുള്ള ചോദ്യമാണിത്. നിങ്ങൾ എന്താണ് പഠിച്ചത് ഇങ്ങനെ ഒരു വെൽനസ് കൺസൾട്ടന്റ് ആവാൻ? അതിന് നിങ്ങൾ ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ടോ? BSc ഇൻ ഹെൽത്ത് ആൻഡ് വെൽനസ്, BSc ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയബറ്റിക്സ്, BSc ഇൻ ഹോളിസ്റ്റിക് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ തുടങ്ങിയ കോഴ്സുകളുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്കുണ്ടോ? അതെന്തായാലും ഉണ്ടാവില്ല എന്നറിയാം. അതുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ല നല്ല പണിക്കും പോകില്ലേ, ഇതിന്റെയൊക്കെ പുറകെ നടക്കാതെ. അതെന്താ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അത്രയും മോശമാണ്? ഒന്നുകിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉള്ള സാധനങ്ങൾ ഉടായ്പായിരിക്കണം. നിന്റെ അഭിപ്രായത്തിൽ ഉടായ്പാണോ? അയ്യോ സോറി, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നീ അത് പറഞ്ഞത്. അഭിജിത്തെ ഞാൻ ഇപ്പോഴും പറയുന്നത്, അഭിജിത്തിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരുപാട് കാര്യങ്ങളുടെ സ്കാമുകൾ നീ പുറത്ത് കൊണ്ടുവന്ന ആളാണ്. ഞാൻ ഇത് അപ്പം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടമല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിച്ച് സംസാരിക്കുക മോശമാണ് കേട്ടോ. ബാക്കി കൂടെ കേൾക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്ലോമ അസിസ്റ്റന്റ് ബ്യൂട്ടി വെൽനസ് കൺസൾട്ടന്റ് അതുപോലെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഇവർ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. സംഭവം ഇത്രേ ഉള്ളൂ. ഇവരൊക്കെ ഈ വെൽനസ് കൺസൾട്ടന്റ് ആയത് ഈ MLM കമ്പനിയിൽ ജോയിൻ ചെയ്ത പിന്നെ അതിനവർ ചെയ്തത് കുറച്ച് ഉടായ്പ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ മാത്രമാണ്. ഇത് ഉടായ്പ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അഭിജിത്ത് നീ ഒരു കാര്യം ചെയ്യണം, നീ ഇതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യണം. ഈ ഉടായ്പ പ്രോഡക്റ്റുകൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇന്ത്യയിൽ വരാൻ ഒരിക്കലും വരാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇത് ഉടായ്പ പ്രോഡക്റ്റ് ആണെങ്കിൽ നീ എന്തുകൊണ്ട് നീ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്തില്ല? പക്ഷെ വേറൊരു കാര്യം കേട്ടോ, ഇവൻ ഈ പറയുന്നതിൽ കാര്യമുണ്ട്. അതായത് ഇൻഡസ്ട്രിയുടെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെൽനസ് കൺസൾട്ടൻ്റ് എന്ന് എഴുതിയിരിക്കണ കാണാം. നമുക്കത് ഒഫീഷ്യലി അങ്ങനെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്, ഞാനത് നോക്കിയിട്ടുണ്ട്. പണ്ട് അത് ഈ വെൽനസ് കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡിയയിൽ വെക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയ സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് അത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് വെക്കാം. പക്ഷെ അല്ലാതെ വെക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെ, അത് തെറ്റ് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റൂല. ബാക്കിയോടെ കേൾക്കാം. ഇവർ പക്ഷെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു ജ്യൂസ് ഉണ്ട്, ഇവർ പറയുന്നത് ഈ മരുന്ന് കുടിച്ചാൽ ഇവരുടെയൊക്കെ ഒരു ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ അഭിജിത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ഇതെല്ലാം അത് ഓപ്പണായിട്ട് കാണാൻ പറ്റും. ഇപ്പം ഇതെല്ലാം ബ്ലറായിട്ടേ കാണാൻ പറ്റുള്ളൂ. എന്തിട്ടാണെന്ന് അറിഞ്ഞോട്ടെ. ഇപ്പം എൻ്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമാണോ? ഇത്രയും വെല്ലുവിളിയൊക്കെ നടത്തിയ സമയത്ത് അങ്ങനെ ബ്ലറൊക്കെ ചെയ്യൂ? അത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓക്കെ ബ്ലർ ചെയ്ത് ഓക്കെ, ഇവിടെയും കൂടെ, അതായത് കുപ്പിയുടെ ടോപ്പിൽ എന്തോ ചെറിയ എന്തോ എംബ്ലമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടിട്ട് കുറേ നാളായി, അതുകൊണ്ട് ഓർമ്മയില്ല. അവിടെയും അഭിജിത്ത് മറച്ചു വെച്ചൊക്കെയാണ്, ഓർമ്മിച്ചോളണം.
നേരത്തെ വീഡിയോയ്ക്കകത്ത് ഇവിടെ ഞാൻ ഐപ്പിൾസ് കഴിക്കാൻ തുടങ്ങിയെന്ന് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ XXX കഴിക്കാൻ തുടങ്ങിയതായി. അവിടെയും സെൻസർ ചെയ്തു. ഐപ്പിൾസിൻ്റെയും ആ ഒരു പോർഷൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. ഈ മരുന്ന് കുടിച്ചാൽ ക്യാൻസർ മാറുമെന്നാണ്. കണ്ടാ അത്ഭുത മരുന്ന് തന്നെ ആയിട്ടാണ് ഇവരിതിനെ വിൽക്കുന്നത്. ഈ മരുന്ന് കഴിച്ചാൽ ക്യാൻസർ മാത്രമല്ല ഒരു ലോഡ് രോഗങ്ങൾ മാറുമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഫാറ്റി ലിവർ, വെരിക്കോസ് വെയിൻ, മൈഗ്രെയിൻ, സോറിയാസിസ്, BP, തൈറോയ്ഡ്, PCOD തുടങ്ങി പലതും ഇത് കഴിച്ചാൽ മാറുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി നിങ്ങൾ ആരും ഡോക്ടേഴ്സിനെ ഒന്നും കാണാൻ പോകണ്ട, ഇവരുടെ ഈ ജ്യൂസ് കുടിച്ചാൽ മതി. അത് പോയടാ. ഇതുപോലത്തെ വെൽനസ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞു വരുന്ന ഫ്രോഡുകളൊന്നും വിശ്വസിക്കാതിരിക്കുക. നിങ്ങളപ്പോഴും ഈ പറയുന്നതിനകത്ത് എന്തൊക്കെ ജെന്യൂനിറ്റി ഉണ്ട് അഭിജിത്തെ? എനിക്ക് അതാണ് മനസ്സിലാവാത്ത. അഭിജിത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അഭിജിത്തിന് ഈ ഒരു കമ്പനിയെ വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ആ ഒരു കമ്പനിയുടെ പേരെങ്കിലും എടുത്ത് പറയാൻ പറ്റണം. അത് അഭിജിത്തിന് പറ്റുന്നില്ല. അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും പറയാൻ പറ്റണില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്ത് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്? എനിക്കത് മനസ്സിലാകണില്ല. മാത്രമല്ല ഇതിനകത്ത് ഈ മൈഗ്രെയിനും PCOD, പിന്നെ തൈറോയിഡ്, വെരിക്കോസ് വെയിൻ, അൾസർ, കിഡ്നി സ്റ്റോൺ അതുപോലത്തെ പ്രശ്നങ്ങൾ വന്നവരൊക്കെ വാങ്ങി കഴിച്ചതായിട്ട് ഞാൻ കുറേ റിസൾട്ടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴും എന്നെ വേറെ ഏതൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡെയിലി റിസൾട്ടുകൾ വരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അഭിജിത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അഭിജിത്തിന് ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അഭിജിത്ത് സംസാരിക്കുന്നു എന്നാണ്. അഭിജിത്തിന് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അഭിജിത്ത് ഇതിനെതിരെ കേസ് കൊടുക്കണം. ഇൻഡസ്ട്രിക്കെതിരെ കേസ് കൊടുക്കുക. കേസ് കൊടുത്തിട്ട് ഈ സാധനം റോങ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അല്ലാതെ വായി തോന്നിയ വിളിച്ച് പറയരുത് അഭിജിത്തെ, കേട്ടോ. ഇനി സത്യം പറഞ്ഞാൽ അത് കഷ്ടമാണ്. മറ്റേ നമ്മുടെ സത്യാന്വേഷി സജിൻ ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹെർബാലൈഫിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് അന്ന് പുള്ളിക്കാരൻ ഹറിബറി ലൈഫ് എന്നാണ് എഴുതിയിരുന്നത്. അതിനെ മാറ്റിയിട്ട് അത് മെറ്റയിൽ കൊടുത്താണ്, മെറ്റയാണ് റിമൂവ് ചെയ്യുന്നത്. ആ വീഡിയോ മെറ്റ റിമൂവ് ചെയ്ത സമയത്ത് സജിൻ ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അത് പറ്റുമെങ്കിൽ അതും കൂടെ കേൾപ്പിക്കാം. ഒരു സെക്കൻഡ്, അത് ഇപ്പോഴുണ്ടോ നോട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കഴിഞ്ഞ മാസം, അതായത് April 11 ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാനൊരു റിവ്യൂ വീഡിയോ ചെയ്തു. ട്രേഡ് മാർക്ക് വയലേഷൻ ചൂണ്ടിക്കാണിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ആ പേരിൽ ചില മാറ്റങ്ങൾ വരുത്തി ഹെർബറി ലൈഫ് ന്യൂട്രീഷൻ എന്നാക്കി ഞാൻ വീഡിയോ ചെയ്തത്. എന്നിട്ടും അതവരെ വല്ലാതെ അലോസരപ്പെടുത്തിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം May 1 മെറ്റയിലേക്ക് റിപ്പോർട്ട് കൊടുത്ത് എന്റെ പ്രൊഫൈലിൽ നിന്നും ആ വീഡിയോ നീക്കം ചെയ്തു. ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് അവർ വല്ലാതെ ഭയന്നെന്ന് തോന്നുന്നു. ഞാനൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ഇതിനകത്ത് സജിൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഹെർബാലൈഫ് എന്ന് തന്നെയാണ് എടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ആ പറയുന്നതിൽ അന്തസ്സുണ്ട്. ഇൻഡസ് വിവ എന്ന് പറഞ്ഞ ആൾ ഇൻഡസ് ഹൈവ എന്നാക്കി ഐപ്പിൾസ് എന്ന് എടുത്തു പറഞ്ഞ ആൾ ഐപ്പിൾസിൻ്റെ സ്ഥാനത്ത് മ്യൂട്ട് ചെയ്ത് ആ പോർഷൻ കട്ട് ചെയ്ത് ബ്ലർ ചെയ്തൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് എന്ത് വെല്ലുവിളിയാണ് അഭിജിത്ത് അതിനകത്ത് കാണുന്നത്? എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും നാളത്തെ അഭിജിത്തിൻ്റെ ചിരി കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ ചിരി കണ്ടപ്പോൾ എനിക്ക് നല്ല ചിരിയാണ് വന്നത്, കേട്ടോ. അഭിജിത്തെ, നിന്നെ ഞാൻ ഒരിക്കലും മോശപ്പെടുത്തുക അല്ലെങ്കിൽ വേറെ ഒന്നും പറയുകയല്ല. ഇത് നമുക്ക് ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് വാദിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം അതിനകത്ത് ഇപ്പം ഇൻഡസ്ട്രിയുടെ ഐപ്പിൾസ് കഴിച്ചതിൻ്റെ പേരിൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അഭിജിത്ത് പറ. അഭിജിത്ത് പറയുകയും വേണം. അഭിജിത്ത് അവരെയും കൊണ്ട് കോടതിയിൽ പോവുകയും വേണം. അവരുടെ കോടതിയിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിയും കൊടുക്കണം. എന്നിട്ട് അഭിജിത്ത് ഈ വീഡിയോ കേൾക്കണേന് അന്തസ്സുണ്ട്. പക്ഷേ വായി തോന്നിയ പോലെ വിളിച്ച് പറയുന്നത് അത് സത്യം പറഞ്ഞാൽ മോശമാണ്, വളരെ മോശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കിട്ടിയ റിസൾട്ട് കൊണ്ടാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു ഗുണകരമായിട്ടുള്ളൊരു കേസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഞാനിപ്പോൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം കാണിച്ച പ്രൂഫുകളെല്ലാം. അതായത് ഞാൻ 500 എത്രാമത്തെ വീക്കിലാണ് ഞാനത് പറഞ്ഞതാണ് നേരത്തെ, 564ാമത്തെ വീക്കിൽ എൻ്റെ ID ഇനാക്റ്റീവ് ആയത്. പിന്നെ ഇന്ന് വരെ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി ഇൻഡസ്ട്രിയുടെ ഏത് വീക്കാണ് റണ്ണിങ് എന്ന് എനിക്കറിയില്ല. സോ ഇത് എനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്, കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാൻഡ് വീഡിയോ അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല ഇത് എത്ര നല്ല ലെങ്ത് പോയി. 31 മിനിറ്റായി.
മാത്രമല്ല ഞാൻ വീഡിയോ എടുത്തിട്ട് തന്നെ കുറേ നാളായി. അതുകൊണ്ട് തന്നെ ഇത് ഫ്രെയിം സെറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നെന്നോ എനിക്ക് ഒരു പിടുത്തവും കിട്ടണില്ല. മാത്രമല്ല ഞാൻ ഇവിടെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ ലൈറ്റൊക്കെ ഞാൻ എടുത്ത് എവിടേക്ക് കളഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. എൻ്റെ ഉള്ളിൽ യൂട്യൂബറിനെ അഭിജിത്ത് ഉണർത്തി. യൂട്യൂബർ എന്ന കണ്ടന്റ് ക്രിയേറ്റർ എന്നൊന്നും ഞാൻ എന്നെ പറ്റി പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ മനസാക്ഷിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നുള്ളതല്ല, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ അഭിജിത്ത് ഈ പറഞ്ഞൊരു കാര്യം ഇത് പലരുടെയും മനസ്സിലുള്ള സാധനമാണ്. അതായത് നമ്മുടെ മുമ്പ് വരുന്ന എല്ലാം മറ്റേ സ്കാമാണ്, അതാണ് ഇതാണെന്നുള്ള രീതിയിൽ. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഇനിയും ഈ MLM എന്ന് പറയുന്ന ഈ ഒരു മേഖലയെ പറ്റിയിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും ഉടനെ തന്നെ. എന്തായാലും ഞാനൊന്ന് പഠിച്ചിട്ട് അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യും. പഠിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് സാധനം കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ അഭിജിത്തെ താങ്ക്സ് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു ഉറങ്ങിക്കിടന്ന കണ്ടന്റ് ക്രിയേറ്റർ എന്ന് തന്നെ ഇപ്പം വിശേഷിപ്പിക്കുകയാണ് എന്നെ ഉണർത്തിയതിൽ. മാത്രമല്ല ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബിൽ വന്നതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. അതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പോയത്. അപ്പോൾ അഭിജിത്തെ ഇതിനൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ജെന്യുവനായിട്ടുള്ളൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അഭിജിത്തിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്, പറയാതെ പോകാൻ വയ്യ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിജിത്തിൻ്റെ ആ ഇൻഡസ് വിവയുടെ ആ ഒരു ആദ്യത്തെ വീഡിയോ, ആ റിമൂവ് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കിയ സമയത്ത് അതിനകത്ത് വീഡിയോയിൽ പുലിയായിട്ടുള്ള അഭിജിത്ത് കമൻറ്റ് ബോക്സിൽ പൂച്ചയാണ്. ഇതിനകത്ത് കുറേ എണ്ണം തെറി വിളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ജെന്യുവനായിട്ട് ഒരാൾ ചോദിക്കുകയാണ്. ഇപ്പം ഞാനും അത് പല വീഡിയോസിലും പല കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്. ഞാനും പല കാര്യങ്ങളും അത് പല വീഡിയോസിലും ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിക്കുന്ന സമയത്ത് അതിനിപ്പോൾ അത് മറുപടിയില്ല. ഇപ്പോൾ അത് MLM-നെ പറ്റിയിട്ട് മോശം പറഞ്ഞ സമയത്ത് ഞാൻ അത് അറിഞ്ഞിട്ടുള്ളൊരു കേസാണ്. ഫെബ്രുവരി മാസം നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അത് MLM-ൻ്റെ എന്തോ മോണിറ്ററിങ് മെക്കാനിസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് അഭിജിത്ത് മോശം പറഞ്ഞ MLM-നെ പറ്റി മോശം പറഞ്ഞ സമയത്ത് ഞാൻ അഭിജിത്തിനോട് കമൻറ്റിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് അത് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അയ്യോ അങ്ങനെ അറിയില്ല ബ്രോ, അത് തിരക്കിയിട്ട് പറയാം ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അവിടെ പൂച്ചയാണ്. പക്ഷെ വീഡിയോയിൽ വരുന്ന സമയത്ത് ഈ അട്ടഹസിച്ചുള്ള ചിരി എനിക്ക് ഈ ചിരി ഇഷ്ടമാണ്. അഭിജിത്തിൻ്റെ ഈ ചിരി എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പല ഉടായ്പകളെയും അഭിജിത്ത് പുറത്ത് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഈ ചിരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചിരിയാണ്. പക്ഷേ നമുക്കൊരു സാധനം ഇഷ്ടമല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, നമുക്കിപ്പോൾ ഒരു സാധനം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനത്തിന് താറടിക്കാൻ വേണ്ടിയിട്ട് ഈ ചിരി ചിരിക്കരുത്. അത് മോശമാണ് കേട്ടോ അഭിജിത്തെ. നമുക്ക് എന്തിനായാലും ശരി ഒരു ക്രെഡിബിലിറ്റി എന്നുള്ള സാധനം ഉണ്ട്. ഇപ്പോൾ ഒരു സാധനം മോശമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് മോശമാവുന്നു എന്നും കൂടെ പറയണം. അല്ലാതെ മറ്റേ ഈ അത് വാരി അടിക്കുന്ന പോലെ അങ്ങ് മോശമാണ് എന്നങ്ങ് പറഞ്ഞങ്ങ് നിർത്തുകയല്ല ചെയ്യാനുള്ള. പലർക്കും ഇതുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അഭിജിത്തെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഞാനിപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരം പാലോട് പെരിങ്ങമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ തൊട്ടടുത്ത പാപ്പനംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് അത് ഒരാൾക്ക് ഏകദേശം 400 ഷുഗറായിരുന്ന ആൾ, അദ്ദേഹം ഒരൊറ്റ പ്രോഡക്റ്റും ഉണ്ട്, ഒറ്റ ഐ കോഫി ഉണ്ട്, അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ അമ്മക്ക് 8 മാസം കഴിഞ്ഞു റിസൾട്ട് വരാനായിട്ട്. അങ്ങനെ വെച്ചാൽ ഓരോരുത്തരുടെ ശരീരത്തെ ബാധിക്കുന്നത് പല രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഐ കോഫിക്കും ഐപ്പൾസിനും എല്ലാം നല്ല റിസൾട്ടുകളെ ഞാൻ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തിനേയും പറ്റിയിട്ട് മോശം പറയുക എന്ന് പറയുന്ന ആ പ്രവണത അങ്ങ് അവസാനിപ്പിക്കണം അഭിജിത്ത്. ഇപ്പം ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമായിരിക്കാം, അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാന്നുള്ള രീതിയിൽ നിൽക്കണം. അല്ലാതെ ചിലപ്പോൾ നമ്മൾ പറയുന്ന സാധനം ജെന്യൂനിറ്റി ഉള്ള ഒരു സാധനത്തിനെ നമ്മൾ താറടിച്ച് കാണിക്കുന്നത് മോശമാണ് കേട്ടോ. അപ്പോൾ അത് അഭിജിത്ത് ഒന്ന് ശ്രദ്ധിക്കണം. അത് എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് അഭിജിത്ത് കൂട്ടിയാൽ മതി. മാത്രമല്ല ഇതിനൊരു മറുപടി അഭിജിത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിജിത്ത് ഞാൻ അഭിജിത്തിന് ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. ഞാൻ പണ്ട് മറ്റേ എക്സ്നെസ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ബ്രോക്കറിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഞാൻ അഭിജിത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ അഭിജിത്ത് ആ മെസ്സേജിനെ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മറുപടി ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിജിത്ത് എനിക്ക് അത് മറുപടിയായിട്ട് അയക്കണം കേട്ടോ. ഒന്നുകിലും ഇത് മെസ്സേജ് അയയ്ക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ അഭിജിത്ത് എന്താ പറയുക ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തോ. പക്ഷേ ഇതിന് ഒരു മറുപടി ആയിട്ട് തന്നെ വേണം. അതായത് വായി തോന്നി വിളിച്ച് പറയല്ല, ഫാക്ച്വലായിട്ട് തന്നെ സംസാരിക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഭിജിത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിജിത്ത് ഉടനെ അടുത്തൊരു വീഡിയോ ചെയ്തോ. ഇതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളതിന് ഞാൻ മറുപടി തരാം. സത്യം പറഞ്ഞാൽ ഒരു അൺപ്ലാൻഡ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ എന്തായാലും വരും. അപ്പോൾ കാണാം.
ബൈ.